ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 107ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. കാറിൻ്റെ അരികിലെത്തിയ ശിവയുടെ അച്ഛൻ അതേപോലെ തിരികെ വന്ന് പാർവണിയുടെ മുന്നിൽ വന്നു നിന്നു. സോറി. അയാൾ അത് തിരികെ പറഞ്ഞ് നടന്ന് കാറിൽ കയറി. അയാൾ കാറിൽ കയറിയതും സത്യ കാർ മുന്നോട്ടെടുത്തു. അവരുടെ കാർ ഗേറ്റ് കടന്നു പോകുന്നു നോക്കി എല്ലാവരും നിന്നു. എന്നാൽ പാർവണ മാത്രം അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. വായടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അല്ല ഈച്ചയും കയറും. ശിവ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അകത്തേക്ക് കയറി പോവാൻ നിന്ന എല്ലാവരും ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ട് അവിടെ തന്നെ നിന്നു. ബൈക്കിൽ ഗേറ്റ് കടന്നു വരുന്ന ആരുവിനെയും ശിവാനെയും കണ്ട് ശിവ ഒഴിച്ച് ബാക്കി എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ച് മുറ്റത്ത് കണ്ടപ്പോൾ ആരുവിന്റെ ശിവാനിയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. നിങ്ങളെപ്പോഴാ പുറത്തു പോയേ? ആരോട് ചോദിച്ചിട്ടാ പോയേ? മുത്തശ്ശി ഗൗരവത്തിൽ ചോദിച്ചു. ആരും ശിവാനിയും ഒന്ന് പരിങ്ങി. അത് പിന്നെ ഞങ്ങള് വാക്കുകൾ കിട്ടാതെ ആരും നിന്ന് വിക്കി. ഇവരിങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല, ഉടൻ തന്നെ തീരുമാനം എടുക്കണം. അവരെ നോക്കി ശിവാനിയുടെ അച്ഛൻ പറഞ്ഞു. അതെ, അത് ശരിയാണ്. ആരുവിന്റെ അച്ഛൻ അത് ഏറ്റുപിടിച്ചു. എല്ലാവരും അകത്തേക്ക് വന്നേ. മുത്തശ്ശി ഗൗരവത്തോടെ അകത്തേക്ക് നടന്നു. പിന്നാലെ തന്നെ മുതിർന്നവരും. മുറ്റത്ത് അതേസമയം പേടിച്ചു വിറച്ച് നിൽക്കുന്നു ആര്യ ശിവാനിയും. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നാങ്ങളെ. മര്യാദയ്ക്ക് വീട്ടിലോ അടങ്ങി ഒതുങ്ങിയിരിക്കായിരുന്നില്ലേ? മുത്തശ്ശിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയുന്നല്ലേ? പാർവണ പറഞ്ഞു. നീ എൻ്റെ അളിയനെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ? പാർവണയോട് അത് പറഞ്ഞ് ശിവ ആരുവിന് തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവസാനമായി ഞാൻ എൻ്റെ അളിയൻ്റെ മുഖം ശരിക്കൊന്ന് കാണട്ടെ. ഇനി അകത്ത് എന്തൊക്കെയാണ് നടക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ശിവാവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മിക്കവാറും ശിവാനി തിരിച്ച് US പറഞ്ഞയക്കുന്നതായിരിക്കും മുത്തശ്ശിയുടെ തീരുമാനം. ആരുവിനെ കൂടുതൽ ടെൻഷനാക്കാനായി ദേവയും പറഞ്ഞു. എന്നാലും എൻ്റെ ആരു, കല്യാണം കഴിഞ്ഞ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത കറക്കാണ് നിങ്ങൾക്ക്. മുത്തശ്ശി ഇന്നെല്ലാം ശരിയാക്കി തരും. ഭദ്രി ഏറ്റുപിടിച്ചു. മതി, എല്ലാവരും കൂടെ ഞങ്ങളിട്ട് വാരിയത്. ആര് ഗൗരവത്തിലാണ് പറഞ്ഞു തുടങ്ങിയെന്തെങ്കിലും അവസാനിച്ചത് അപേക്ഷയിലായിരുന്നു. അപ്പോഴേക്ക് അകത്ത് നിന്ന് മുത്തശ്ശിയുടെ വിളി വന്നിരുന്നു. എല്ലാവരും വേഗം അകത്തേക്ക് കയറി വന്നു. ഞങ്ങളൊരു തീരുമാനം എടുത്തു. മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞു തുടങ്ങി. അടുത്ത മാസം രശ്മിയുടെ ആർദ്രവിൻ്റെയും കല്യാണം നടത്തുന്നതിനോടൊപ്പം ആരുവിൻ്റെയും ശിവയുടെയും കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. മുത്തശ്ശി അത് പറഞ്ഞ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. താങ്ക് യു മുത്തശ്ശി, താങ്ക് യു സോ മച്ച്. ശിവാനി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. 2 ദിവസം കഴിഞ്ഞ് എല്ലാവരും തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാവരും കല്യാണത്തിന്റെ തിരക്കുകളിലായിരുന്നു. അതിനിടെ രാമച്ചനും സത്യയുടെയും നാട്ടിലേക്ക് തിരികെ വന്നു. അതിനാൽ കല്യാണത്തോടനുബന്ധിച്ച് എല്ലാവരും ദേവയുടെ വീട്ടിലുണ്ടായിരുന്നു. ശിവാനിയും പാർവണിയും അമ്മുവും സത്യയും ദേവതയും രശ്മിയും നല്ല കൂട്ടായിരുന്നു ഈ കുറഞ്ഞ സമയം കൊണ്ട്. അതുപോലെ ശിവദേവ ഗ്യാങ്ങിലേക്ക് എഡ്വി കൂടെ വന്നതും അവരുടെ അംഗബലം 6 എന്തിനും ഏതിനും 6 പേരും ഒറ്റക്കെട്ടായിരുന്നു. ഡ്രസ്സ് എടുക്കലും സ്വർണ്ണമെടുക്കലും എല്ലാമായി ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് ആരുവിന്റെ ശിവാനിയുടെ അതേപോലെ കണ്ണന്റെ രശ്മിയുടെ വിവാഹം. ദേവി ക്ഷേത്ര നടയിൽ വെച്ച് കണ്ണൻ രശ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി. അതേസമയം തന്നെ ആരു ശിവാനിയുടെ കഴുത്തിലും താലി ചാർത്തി. കല്യാണത്തോടനുബന്ധിച്ച് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് സദ്യയും വൈകുന്നേരം റിസപ്ഷനും ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ കളറിലുള്ള ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. കല്യാണത്തിന് വന്നവരെല്ലാവരും അവർക്കിടയിലെ ഒത്തൊരുമയെ പോലും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. റിസപ്ഷൻ അവർ 12 പേരുടെയും വക ഡാൻസ് ഉണ്ടായിരുന്നു. ഒരേപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ട് ഡാൻസ് കളിക്കുന്ന ആ ആൺപെൺ പടകളുടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമായിരുന്നു. റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ആരും ശിവാനി എല്ലാവരുടെ ഒപ്പം ദേവയുടെ വീട്ടിലേക്കും കണ്ണനും രശ്മിയും കണ്ണന്റെ വീട്ടിലേക്കാണ് പോയത്. തിരക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അമ്മു രേവതിയും പാർവണിയും സത്യം കൂടെ ശിവാനിയെ സെറ്റ് മുണ്ട് ഉടുപ്പിച്ച് റെഡിയാക്കി. സമയം കുറയായില്ലേ ദേവു, നീ പോയി കിടന്നോ, ഉറക്കം കളയണ്ട. പാർവണ രേവതിയോട് പറഞ്ഞു. ഇവളെ റൂമിലാക്കിയിട്ട് പോവാം. വേണ്ട ചേച്ചി പോയി കിടന്നോ, നിങ്ങളും പൊക്കോ. അത് പറഞ്ഞ എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ദേവ് റൂമിൽ കയറി വാതിൽ അടച്ചു എന്ന് കണ്ടതും തങ്ങളുടെ റൂമിലേക്ക് കയറിയ പാർവണിയും ശിവാനിയും സത്യവും അമ്മുവിന്റെ റൂമിലേക്കായി വന്നു. ഇതെന്തെല്ലാവരും കൂടെ ഇവിടെ, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലേ? അത് കണ്ട് ഭദ്രി അവരെ എല്ലാവരും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏട്ടാ, കുറച്ചു നേരം പുറത്തു പോവോ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാണ്ട്.
അമ്മ ഭദ്രയോട് പറഞ്ഞു. ഈ രാത്രി എന്താ സംസാരിക്കാൻ, നാളെ സംസാരിച്ചാ പോരെ? അത് പറ്റില്ല, ഇപ്പൊ തന്നെ പറയണ, ഏട്ടൻ പുറത്തു പോ. സ്വന്തം ഭർത്താവിനെ പുറത്താക്കാൻ എന്താ ഉള്ള ശുഷ്കാന്തി? അത് പറഞ്ഞ് ഭദ്ര ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. അവൻ നേരെ പോയത് ആരുവിന്റെ റൂമിലേക്കായിരുന്നു. അവിടെ എഡ്വിയും ശിവയും ദേവയും ആരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇനി പറ, എന്താ പ്ലാൻ? ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നുകൊണ്ട് അമ്മ ചോദിച്ചു. ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ, ഇനി 1 മാസം കൂടി ഉള്ളോ ദേവു ചേച്ചിയുടെ ഡെലിവറിക്ക്? അപ്പോഴേക്ക് നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാക്കണ്ടേ? ഞാൻ കുറെ ആലോചിച്ചു നോക്കി, ഒന്നും കിട്ടുന്നില്ല. ശിവാനി സങ്കടത്തോടെ പറഞ്ഞു. 1 മിനിറ്റ്, ഞാൻ രശ്മിയെ കൂടി വീഡിയോ കോൾ കണക്ട് ചെയ്യട്ടെ. അത് പറഞ്ഞ സത്യ അവളെ നോക്കി കോൾ ചെയ്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ രശ്മി കോൾ അറ്റൻഡ് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലോ? പാറോണ ചോദിച്ചു. അത് പറ്റില്ല, ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കൊടുക്കുന്നല്ലേ, സ്പെഷ്യലായ ഒരു സർപ്രൈസ് വേണം. അത് പറഞ്ഞ സത്യമായിരുന്നു. 5 പേരും ഒരുമിച്ചിരുന്ന് തല പുകച്ച് ആലോചിക്കാൻ തുടങ്ങി. കിട്ടിപ്പോയി. ദേവു ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ 5 പേരും കട്ടയ്ക്ക് നിൽക്കണം, എന്നാലേ പറ്റുള്ളൂ. ശിവാനി ചാടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ കാര്യം? അമ്മും പാർവണിയും സത്യയും വീഡിയോ കോളിലുള്ള രശ്മിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ശിവാനി തന്റെ മനസ്സിലുള്ള പ്ലാൻ വിശദമായി അവർ 4 പേർക്കും പറഞ്ഞു കൊടുത്തു. ഇത് പറ്റില്ല. അത് കേട്ട വഴിക്ക് അമ്മു പറഞ്ഞു. എന്താ പറ്റാത്തെ? അയ്യോ, ഇതൊക്കെ എങ്ങനെയാ? അമ്മ മടിയോടെ പറഞ്ഞു. അത് മാത്രല്ല, ഇനി 1 മാസമല്ലേ ദേവു ചേച്ചിന്റെ ഡെലിവറിക്കുള്ളോ, അതിനുള്ളിൽ ഇതെങ്ങനെ? പാർവണ ചോദിച്ചു. അതാണ് പ്രോബ്ലം, സർപ്രൈസ് ഡെലിവറിക്ക് വേണ്ടേ? പകരം നമുക്ക് നമ്മുടെ വാവയുടെ 28 ചടങ്ങിന് കൊടുക്കാം. എന്നാലും അമ്മു ചെറിയൊരു മടിയോടെ പറഞ്ഞു. ഞാൻ റെഡിയാണ്. ശിവാനി വീഡിയോ കോളിലുള്ള രശ്മി പറഞ്ഞു. അയ്യടാ, ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളോ, അപ്പോഴേക്കും റെഡിയാണ് പോലും. സത്യ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും റെഡി. ശിവാനി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞു. എനിക്കും പ്രോബ്ലം ഇല്ല. പാറണ കൂടെ പറഞ്ഞു. അമ്മ ഒന്ന് ആലോചിച്ചു. നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ എനിക്കെന്താ പ്രോബ്ലം, ഞാനും റെഡി. അമ്മ കൂടെ സമ്മതം പറഞ്ഞതോടെ എല്ലാവരും ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഡോറിലുള്ള ശക്തമായ തട്ടൽ കേട്ട് പാറുണ ബെഡിൽ നിന്ന് എണീറ്റ് വന്ന് ഡോർ തുറന്നു. ഡോറിന് പുറത്ത് ശിവയും ഭദ്രേഡുവും കൈ കെട്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളിവിടെ എന്താ കാണിക്കണേ? അവിടെ ഒരു ചെറുക്കൻ കുറെ നേരമായി ആരോ എന്തോ പോയ എണ്ണാനെ പോലെ ഇരിക്കുന്നു. ആ ശിവാനി അവളുടെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ നോക്ക്. ശിവ പറഞ്ഞു. ഇവരാരുവിന്റെ ഫസ്റ്റ് നൈറ്റിന് എന്തോ പണി വെക്കാൻ വേണ്ടിയാണോ ഈ പ്ലാനിങ്? എനിക്കൊരു സംശയമില്ല. അതില്ല. ഭദ്ര അവരെല്ലാവരെയും സംശയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരുന്നത്, നിങ്ങൾ റൂമിലേക്ക് പോവാട്ടാ. അത് പറഞ്ഞ് സാരി അല്പം പൊന്തിച്ചു പിടിച്ച് ശിവാനി അവളുടെ മുറിയിലേക്ക് പോയി. സാരി ഉടുത്ത് നടക്കാൻ അറിയാത്തതുകൊണ്ട് അവളുടെ നടത്തം കണ്ട് എല്ലാവർക്കും ചിരി വന്നിരുന്നു. നിങ്ങൾക്ക് എന്താ വരാൻ സമയമായില്ലേ? എഡ്വി ചോദിച്ചു. എന്താ വരിക? അത് പറഞ്ഞ സദ്യ എഡ്വിക്കൊപ്പം പോയി. പാറുണ ശിവയ്ക്കൊപ്പം അവരുടെ റൂമിലേക്ക് നടന്നു. കുഞ്ഞിനെ ഉറക്കി തൊട്ടിൽ കിടത്തിയ ശേഷം പാറുണ ബാൽക്കണിയിലേക്ക് നടന്നു. ശിവ ആരോടെ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അവൾ പതിയെ ചെന്ന് അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ശിവ ഒരു പുഞ്ചിരിയോടെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേറ്റിട്ട് അവളെ വലിച്ച് തന്റെ മുന്നിലേക്ക് നിർത്തി. എന്താ കാര്യം നടത്താലുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന്, എന്താ കാര്യം എന്ന് പറ. ശിവ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല ശിവ. ശരിക്കും ഒന്നുമില്ലേ? ഇല്ലാന്നേ. എന്നാ എൻ്റെ കുഞ്ഞു പോയി കിടന്നോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. വേണ്ട, നീയും വാ. ഇല്ലടാ, നീ കിടന്നോ, എനിക്ക് നാളേക്ക് അർജന്റായി ചെയ്ത് തീർക്കേണ്ട വർക്കുണ്ട്. അതൊക്കെ പിന്നെ ചെയ്യാം. അത് പറഞ്ഞ പാറുണ അവനെ പിടിച്ചു വലിച്ച റൂമിലേക്ക് നടന്നു. ശിവ ബെഡിൽ കിടന്നത് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് പാർവണയും കിടന്നു. ശിവ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ സമ്മതിക്കോ? അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്താ എൻ്റെ പൊന്നിന് വേണ്ടേ, പറ. അത് പിന്നെ, അവളൊന്ന് ഉയർന്ന് അവൻ്റെ കാതിലായി പറഞ്ഞു. നടക്കില്ല മോളെ. അത് കേട്ടോ ശിവ പറഞ്ഞു. അതെന്താ നടക്കാത്തെ? നടക്കില്ല, അത്ര തന്നെ. നിങ്ങളൊക്കെ എന്ത് ഭർത്താവാടോ, ഭാര്യ ഇത്ര ആശിച്ച ഒരു കാര്യം പറയുമ്പോൾ അത് സാധിച്ചു തരാൻ പോലും കഴിയില്ല അത്രേ. പാറോണ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. കുഞ്ഞെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ശിവ അവളെ തനിക്ക് തിരിച്ചു നിർത്തി കിടത്താൻ ശ്രമിച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്നോട് മിണ്ടേ വേണ്ട.
അവന്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് പാറോണ് പറഞ്ഞു. അവളുടെ ആ പിണക്കം കണ്ട് ശിവയ്ക്കും ചിരി വന്നിരുന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്ന് അവളുടെ പിൻകഴുത്തിന് മുഖം പൂഴ്ത്തി. വേണ്ട, എന്നെ തൊടണ്ട, ഞാൻ മിണ്ടില്ല. തൊടാതെ പിന്നെ എങ്ങനെയാ പെണ്ണെ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാ? അത് പറഞ്ഞ ശിവ അവൾക്ക് മുകളിലായി ഇരു സൈഡിലും കൈകുത്തിയിരുന്നു. അത് കേട്ട് പാറോണ നാണത്താലെ മുഖം കുനിച്ചു. ശിവ പതിയെ അവളിലേക്ക് അമർന്നു. അവളുടെ ഓരോ അണുവിനെയും അവൾ പടർന്നു കയറി. അവസാനം ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് അവൻ കിടന്നു. ദിവസങ്ങൾ വീണ്ടും വേഗത്തിൽ കടന്നുപോയി. ദേവുവിന്റെ ഡെലിവറി ഡേറ്റ് അടുത്തു വരുന്തോറും ദേവിയുടെ ടെൻഷൻ കൂടി വന്നിരുന്നു. ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് രേവതിക്ക് പെയിൻ തുടങ്ങിയത്. വേഗം തന്നെ ദേവ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവർക്കൊപ്പം പാർവണിയും സത്യയും ശിവയും പോയിരുന്നു. ലേബർ റൂമിന് പുറത്ത് ദേവ ടെൻഷനോടെ കാത്തിരുന്നു. അവന് ആശ്വാസമായി ശിവയും കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ ഒരു നേഴ്സ് കയ്യിൽ കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. രേവതി പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. ആ നേഴ്സ് കയ്യിലുള്ള കുഞ്ഞിനെ ദേവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കുഞ്ഞിനെ കണ്ട ദേവിയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ കുഞ്ഞിന്റെ നെറുകയിലൊന്ന് ഉമ്മ വെച്ചു. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ തിരികെ വാങ്ങിച്ച് നേഴ്സ് അകത്തേക്ക് പോയി. പിന്നെ കുറച്ച് ദിവസം ദേവതയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവർ. നോർമൽ ഡെലിവറി ആയ കാരണം ഹോസ്പിറ്റലിൽ അധിക ദിവസം നിൽക്കേണ്ടി വന്നില്ല. വീട്ടിലേക്ക് ദേവുവിനെ കൊണ്ടുവന്നതും മുത്തശ്ശിയുടെ വിവിധ തരത്തിലുള്ള കഷായങ്ങളും ലേഹ്യങ്ങളും പ്രസവരക്ഷ നല്ല രീതിയിൽ തന്നെ നടന്നു. ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. വീട്ടിൽ മുഴുവൻ ബന്ധുക്കളും കൊണ്ട് നിറഞ്ഞിരുന്നു. അന്ന് പതിവിലും കൂടുതൽ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. കുഞ്ഞിന്റെ നൂലുകെട്ടെല്ലാം കഴിഞ്ഞ് എല്ലാ ബന്ധുക്കളും തിരികെ വന്നു പോയി. ഹാളിലിരുന്ന ദേവുവിന്റെയും ദേവിയുടെയും കൂടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം തുറന്നു നോക്കുകയായിരുന്നു. വളകളും മാലകളും കുഞ്ഞെടുപ്പും എല്ലാം അതിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിൽ നിരന്നു നിന്ന ആൾക്കാരെ കണ്ട് രേവതി സംശയത്തോടെ മുഖമുയർത്തി നോക്കി. അമ്മുവും രശ്മിയും ശിവാനിയും പാർവണിയും സത്യയും കൈകൾ കെട്ടി അവളുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. എന്തേ? അവരുടെ നിൽപ്പ് കണ്ട് രേവതി സംശയത്തോട് ചോദിച്ചു. മറ്റുള്ളവരുടെ ഗിഫ്റ്റ് എല്ലാം നിങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ ഗിഫ്റ്റ് കാണണ്ടേ? 5 പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഇനി നിങ്ങളുടെ വക പ്രത്യേക ഗിഫ്റ്റ് ഉണ്ടോ? ഉണ്ടല്ലോ, അത് കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ശിവാനിയും അവളെ നോക്കി പറഞ്ഞു. എന്നാ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അവർക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് രേവതി പറഞ്ഞു. അവർ 5 പേരും തന്റെ കയ്യിലുള്ള വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചെറിയ ഗിഫ്റ്റ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്താ? രേവതി അത്ഭുതത്തോട് ചോദിച്ചു. തുറന്നോക്ക്. അത് കേട്ട് അവൾ ഓരോ ഗിഫ്റ്റുകളായി പതിയെ തുറന്നു. കയ്യിലുള്ള 5 ഗിഫ്റ്റിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഹാളിലുള്ള മറ്റുള്ളവർ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് സത്യമാണോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, അവർ 5 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഇതെങ്ങനെ? അത് ഒരുമിച്ച് നിങ്ങൾ 5 പേരും? അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി ചേച്ചിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഐഡിയ കണ്ടുപിടിച്ചത്. എന്നാൽ ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ. അതാണ് ശിവാനി. അവൾ ഡ്രസ്സിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ചർച്ച കഴിഞ്ഞെങ്കിൽ ഞങ്ങളോട് കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, നമ്മുടെ വീട്ടിൽ ഇനിയും കുഞ്ഞുവാവകൾ വരാൻ പോവാ. അതൊന്നും രണ്ടും അല്ല, 5 പേര്. രേവതി മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. 5 പേരാ? ഇതൊന്നും നേഴ്സറിയാ? അത് കേട്ടതിന്റെ ആരും ഉറക്കെ ചോദിച്ചു. എടാ പൊട്ട, 5 എണ്ണത്തിൽ ഒരെണ്ണം നിന്റെയാ. ശിവാനി അത് പറഞ്ഞു. ആരും ആദ്യം കാര്യം എന്താന്ന് മനസ്സിലായില്ല. 2 മിനിറ്റ് കഴിഞ്ഞത് അവന്റെ മുഖം മാറുന്ന അവൾ കണ്ടു. ആരും അവളുടെ അരികിലേക്ക് വന്ന് ശിവാനിയുടെ മുഖം കൈകളിലെടുത്തു. സത്യാണോ? അത് പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു. അതെ, നിറകണ്ണുകളോടെ ശിവാനി പറഞ്ഞു. അത് കേട്ട് ആരും അവളെ ഇറുക്കെ പുണർന്നു. ബദ്രിയുടെയും എഡ്ഡുവിന്റെയും കണ്ണന്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. തങ്ങളൊരച്ഛനാവാൻ പോകുന്നുവെന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അതോടെ ആ വീട് മുഴുവൻ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ആദ്യം എല്ലാവരും ഒന്ന് അമ്പരന്നുവെങ്കിലും പിന്നീട് ഒരുപാട് സന്തോഷമായിരുന്നു. ഈ സ്റ്റോറിയെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ഇൻകംപ്ലീറ്റ് ആവാത്ത ഫീല്, അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നാളത്തെ പാർട്ടിൽ ലാസ്റ്റ് പാർട്ടാണ്. നാളെ കാണാവേ. ബൈ, താങ്ക് യു. കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.